അപ്പോൾ നമസ്കാരം. ഒരു വലിയ കാത്തിരിപ്പിന് ശേഷം നമ്മുടെയൊക്കെ സ്വന്തം തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ഇതാ ഈ മാസം അവസാനത്തോടു കൂടി തുറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം പണികളൊക്കെ അവസാന ഘട്ടത്തിൽ തീർന്നു വേണമെങ്കിൽ പറയാം. അത്യാവശ്യം മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു. അങ്ങനെ ഇനി പൊതുജനങ്ങൾക്ക് ഈ മാസം അവസാനത്തോടു കൂടി ഇവിടെ കടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രവേശിക്കാൻ സാധിക്കും. മുമ്പത്തെ അവസ്ഥ വെച്ചിട്ട് കുട്ടികൾക്ക് മാത്രമായിരുന്നു, സ്കൂൾ കുട്ടികൾക്ക് മാത്രമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മാസം അവസാനത്തോടു കൂടി ടിക്കറ്റ് വെച്ച് എല്ലാവർക്കും ഉള്ളിലോട്ട് പ്രവേശിക്കാം കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് സൂവിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിൽ ഫുള്ളായിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല, കാരണം അതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ടിക്കറ്റും കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വഴി അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ അറിഞ്ഞ ഇൻഫർമേഷൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും കേട്ടോ. എങ്ങനെയാണ് കാര്യങ്ങൾ, എത്രയാണ് ഫീസും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്കറിയിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് സൂവിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കാം കേട്ടോ. അങ്ങനെ ഏഷ്യയിലത്തെ തന്നെ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് ഇതാ നമ്മുടെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോകുന്നത് ഈ മാസം അവസാനത്തോടു കൂടി, എനിക്ക് തോന്നുന്നു ഒരു 28-29 കൂടി ഓപ്പൺ ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ എന്തായാലും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്കൊരു 4 കിലോമീറ്ററോളം വണ്ടിയിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളും നമുക്ക് വേറെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സൂവിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സാധാ നമ്മളൊരു ടിക്കറ്റിന് 100 രൂപയാണ് റേറ്റ് വരിക. സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് 50 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് 30 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ 4 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആണ്. അതുപോലെ തന്നെ ഡിസേബിൾ ആയിട്ട് കുഞ്ഞു മക്കൾക്കും ഇവിടെ ഫ്രീ എൻട്രി ആണ് കേട്ടോ. അതുപോലെ മറ്റു കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 KSRTC ബസ് കൊണ്ടുപോയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് KSRTC ബസ്സിലേക്കുള്ള ഫീ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ പാർക്ക് ചെയ്യുന്നതിനും ഫീ ഉണ്ടാകും. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ദിവസം വന്നിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി ടിക്കറ്റ് കൊടുത്തു തുടങ്ങും, എല്ലാവർക്കും പ്രവേശനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും വലിയൊരു മായാലോകം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ തീർത്തിരിക്കുന്നത്. ഒരുപാട് മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞു. പിന്നെ ഗംഭീരമായിട്ടുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഹാറ്റ്സ് ഓഫ് കേട്ടോ, കാരണം ഒരു ഇല്ലാതെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ട് നമ്മുടെ മെയിൻ ഗേറ്റ് കഴിഞ്ഞിട്ട് ഇവിടേക്കും ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരിക. അത് തുടങ്ങുന്ന ദിവസം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ എന്നൊക്കെ പറയില്ലേ, ആ ലെവലിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലാണ്. നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു പാർക്ക് ഓപ്പൺ ആകുമ്പോൾ അത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാൻ ഇപ്പോൾ സാധിക്കില്ല. അത് സൂ തുറന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഉള്ളിലോട്ട് പ്രവേശനം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസും ഗേറ്റും കാര്യങ്ങളൊക്കെ. നമ്മുടെ സൂവിൻ്റെ പ്രവർത്തനം അതിഗംഭീരമായിട്ട് തന്നെ പുരോഗമിച്ച് അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏകദേശം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മുടെ സൂ ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയ്ക്കധികം വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ സൂവിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. മൃഗങ്ങളെ കൊണ്ടുവരുന്നായിരുന്നു. റോഡ് പണി കാര്യങ്ങളൊക്കെ എല്ലാം ഏകദേശം ഗംഭീരമായിട്ട് തന്നെ അവസാനിച്ചു തുടങ്ങി പറയാം. അപ്പോൾ എന്തായാലും ടിക്കറ്റ് റേറ്റിൻ്റെ കേസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് വരും. നമ്മൾ സാധാരണ സൂവിൽ പോകുമ്പോൾ എങ്ങനെയാണ് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാമറ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ചാർജ് വരും എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുപോലെയുള്ള ചാർജ് ഇവിടെ ഉണ്ടാവും. അതുപോലെ പാർക്കിങ്ങിനും ചാർജ് ഉണ്ടാവും. പിന്നെ ഇവിടെ നിന്നും ഉള്ളിലോട്ട്, അതായത് ഈ എൻട്രിയിൽ നിന്നും KSRTC വഴി നമ്മൾ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നമുക്ക് ഉള്ളിലോട്ട് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും സൂവിൻ്റെ പ്രവർത്തനം അതിഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകൾ കണ്ടിങ്ങനെ നമ്മുടെ സൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തുടങ്ങിയപ്പോൾ അന്ന് തൊട്ട് തന്നെയുള്ള ഒരു മെയിൻ്റനൻസ് വർക്കാണ്. കാരണം എല്ലാ ചെടികളായിക്കോട്ടെ, ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളായിക്കോട്ടെ ക്ലീനായിട്ട്, അതായത് നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പോൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു പ്രതീതി കിട്ടാൻ ഇവിടുത്തെ സ്റ്റാഫുകളും മറ്റേ സാറുമാരൊക്കെ അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു സൂ കാലം കൂടി വരികയെന്ന് വേണമെങ്കിൽ പറയാം. പുത്തൂരിന് വലിയൊരു സ്വപ്ന പദ്ധതിയിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി ഓപ്പണിംഗ് ഉണ്ടാവും. കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കുന്നതായിരിക്കും. സോളാറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോളാറൊക്കെ വെച്ച് അപ്പോൾ നമ്മളെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫുള്ള് സോളാർ എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വൈദ്യുതിയും സോളാർ തന്നെയായിരിക്കും. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ വണ്ടികൾ കൊണ്ടുവന്നാൽ പാർക്ക് ചെയ്യാം. മറ്റു സൂലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം വണ്ടികളൊക്കെ സുരക്ഷിതമായി തന്നെ പാർക്ക് ചെയ്യും. ഇതും ഇവിടെയും പാർക്കിംഗ് ഉണ്ട്, അതുപോലെ പുറത്തുണ്ട്. അതുപോലെ വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും
ഗംഭീരമായിട്ടുള്ളൊരു സൂവിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് കറങ്ങാൻ, അതായത് ഫുൾ ദിവസം കണ്ട് തീരുമെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്കധികം കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അവിടെ വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം, ഇവിടെയും പാർക്ക് ചെയ്യാം, അതുപോലെ ഇതിൻ്റെ മുകളിലും പാർക്ക് ചെയ്യാം. നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് അതാണ് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും സൂവിൻ്റെ ആ ഒരു പ്രവർത്തനം ഗംഭീരമായിട്ട് തന്നെ തുറക്കാൻ പോവാണ്. ഈ മാസം അവസാനത്തോടു കൂടി ഇത് ഓപ്പണായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും സൂ തുറക്കുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് സ്വാഗതം കേട്ടോ.